വടകരയിലെ സ്ഥാനാർത്ഥി മാറ്റത്തിൽ അതൃപ്തിയുണ്ടായിരുന്ന ലീഗിനെ അനുനയിപ്പിച്ചു കോൺഗ്രസ്. വ്യക്തികൾ തമ്മിലല്ല മത്സരമെന്നും രാജ്യം നേരിടുന്ന ഫാസിസ്റ്റ് വെല്ലുവിളികൾക്ക് നേരെയുള്ള വിധിയെഴുത്താവും വടകരയിലേതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. 30% മുസ്ലിം ന്യൂനപക്ഷ വോട്ടുള്ള വടകരയിൽ ഷാഫിക്ക് അനുകൂല വിധിയെഴുതേണ്ടതാവുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നേരത്തെ വടകരയിലെ ലീഗ് പ്രാദേശിക നേതൃത്വത്തിന് ആശങ്കയുണ്ടായിരുന്നു. കെ മുരളീധരന്റെ വ്യക്തിപ്രഭാവവും മണ്ഡലത്തിലെ പരിചയവും ഷാഫിക്കുണ്ടാവില്ല എന്നായിരുന്നു ആശങ്ക പരസ്യമാക്കിയിരുന്നെങ്കിലും പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ. LDF, UDF, BJP ഈ മത്സരത്തിൽ വ്യക്തികൾക്ക് അല്ല പ്രാധാന്യം, നമ്മളെ ആശയത്തിനാണ്. എന്താണോ ഇപ്പോൾ UDF ജനങ്ങളോട് പറയുന്നത് അതാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഏതെങ്കിലും തരത്തിലുള്ള ഭയം കൊണ്ടല്ല കെ മുരളീധരൻ വടകര വിട്ടതെന്നും തൃശൂരിൽ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് പോയത് എന്നുമാണ് നിലവിൽ ലീഗിന് കോൺഗ്രസ് ധരിപ്പിച്ചിരിക്കുന്നത്. മുരളിക്ക് ഇവിടെ യാതൊരു ഭയം ഉണ്ടായതുകൊണ്ടല്ല. കേരളത്തിൽ BJPക്കെതിരെ മത്സരിക്കാൻ, ഫാസിസത്തെ തടഞ്ഞു നിർത്താൻ അത് കെ മുരളീധരൻ എന്ന കോൺഗ്രസിന്റെ ലീഡർക്കാണ് സാധിക്കുക എന്നുള്ളതാണ് മുരളി അവിടെ പോയതിന്റെ കാരണം. 30%-ലധികം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുള്ള വടകരയിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വിഭാഗത്തിന് വ്യക്തമായ സാന്നിധ്യമുണ്ട്. ഇത് ഷാഫിക്ക് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ കോൺഗ്രസ് പട്ടികയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഏക സ്ഥാനാർത്ഥി കൂടിയാണ് ഷാഫി പറമ്പിൽ. മണ്ഡലം ഉൾപ്പെടുന്ന തലശ്ശേരിയുടെ മരുമകനാണ് എന്നതും ഷാഫിക്ക് അനുകൂലമായി UDF കാണുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.